തുണി മടക്കണ സുലേനെ പിന്നെ ഞാനൊരു കാര്യം പറയാം, നീ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു കീഴിലെ ഒരു ബിസിനസ് പ്രപ്പോസൽ വന്നിട്ടുണ്ട്, കട്ട ലാഭം. എന്ത് ബിസിനസ്? ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ടൈൽസ്, ഗ്രാനൈറ്റ്, മാർബിള് അതൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനം. നീ ഞെട്ടണ്ട, അത് ഞാൻ ലാഭം പറയാം. ലാഭം കിട്ടിയ ശേഷം നീ തീരുമാനിച്ചാൽ മതി. ഈ രാജസ്ഥാൻ ഉണ്ടല്ലോ, രാജസ്ഥാനിലാണ് ഇതിന്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ ആണെങ്കിൽ വലിയ ഇതിന്റെയൊക്കെ ഹോൾസെയിൽ കടയുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കട്ടയ്ക്ക് ഇന്ന് വില പേശാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ടൈൽസിന് നമുക്ക് രാജസ്ഥാനിൽ സ്ക്വയർ ഫീറ്റിന് ഒരു ടൈൽസ് 10 രൂപയ്ക്കാണ് കിട്ടണമെങ്കിൽ നമ്മളത് വാങ്ങിച്ചുകൊണ്ടെന്ന് കേരളത്തിൽ വിറ്റ് എത്ര രൂപയെന്നറിയാവോ? 120 രൂപയ്ക്കാണ് കിട്ടുന്നത്. അത്രയ്ക്ക് ലാഭമുള്ള ബിസിനസ്സാണ്. ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഫ്ലാറ്റും വീടും ഒക്കെ പണി നടക്കുകയല്ലേ. നമ്മൾ എത്ര സാധനം കൊണ്ട് ഇവിടെ കൊണ്ടിട്ട് ഇറക്കിയാലും ഫുള്ള് സെയിലായി പോകും. എന്നിട്ട് മറ്റുള്ളവർ എന്താ ചെയ്യാത്ത? ഇത്രയും ലാഭം കിട്ടുമെങ്കിൽ എല്ലാവർക്കും അത് ചെയ്തുകൂടായിരുന്നോ? എടി, അവിടെയാണ് അതിന്റെ ഗുട്ടൻസ് കിടക്കുന്നത്. ഈ ടൈൽസും ഗ്രാനൈറ്റ് മാർബിളും ഒക്കെ കൊണ്ടും സൂക്ഷിക്കണമെങ്കിലേ ഇഷ്ടം പോലെ സ്ഥലം വേണം. തുണിക്കടയും സ്വർണ്ണക്കടയും പോലെ ചെറിയ പെട്ടിക്കടയിൽ ഇത് കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെറിയ പാർട്ടികൾക്കൊന്നും ഇത് തുടങ്ങാൻ പറ്റാത്തത്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ എവിടെ സൂക്ഷിക്കും? അതെ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഉണ്ട്. അവനാണെങ്കിൽ ഒരു ഹൈവേയുടെ സൈഡിൽ 2 ഏക്കർ സ്ഥലം കിടക്കുക, ചുമ്മാ വെറുതെ കിടക്കുകയാണ്. നമ്മൾ അവനെ നമ്മുടെ ഈ ബിസിനസ്സിനകത്ത് കൊണ്ട് പാർട്ണറാക്കിയ സ്ഥലം അവൻ തരും. നമ്മൾ പിന്നെ ഈ ചരക്കിറക്കണ കാശ് മാത്രം മുടക്കിയാൽ മതി. ഇതൊന്നും നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ തലയിൽ കയറൂല. നീ എങ്ങനെയെങ്കിലും പറഞ്ഞതൊന്നും സമ്മതിപ്പിക്കണം. ഞാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കൂല. എടി, ഒരു മരുമകന്റെ വാക്കിനേക്കാളും മകള് പറഞ്ഞ അച്ഛൻ കേൾക്കുമല്ലോ. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. വേണ്ട, ഇതെങ്ങാനും നടന്നാ നിനക്ക് ഞാനൊരു 5 പവന്റെ മാല വാങ്ങിച്ച് കഴുത്തിൽ തരും. ഞാൻ ശ്രമിച്ചു നോക്കാം. നോക്ക്. പൊളിക്കും. അച്ഛാ, ചായ. ചായ ഞാൻ ചോദിച്ചില്ലല്ലോ. എന്തിനാ അച്ഛൻ ചോദിക്കുന്നത്? അച്ഛൻ എപ്പ ചായ വേണമെന്നുള്ളതായിട്ട് എനിക്കറിയില്ലേ. നിന്റെ ഈ വരവ് കണ്ടാൽ അറിയാം ഓമനക്കുട്ടന് വേണ്ടിയുള്ള എന്തോ ശുപാർശയുമായിട്ടാണെന്ന്. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കാശ് മുടക്കുള്ള ഒരു കാര്യത്തിനും എന്റെ സഹായം പ്രതീക്ഷിക്കണ്ടായിരുന്നു. കഷ്ടമുണ്ട് അച്ഛാ. അച്ഛൻ എന്തിനാ അച്ഛൻ ഇങ്ങനെ വാശി പിടിക്കുന്നത്? കുട്ടേട്ടൻ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ. വെറുതെ ഇരുന്നാലേ പെട്ടെന്ന് വയസ്സായി പോകുന്ന കുട്ടേട്ടൻ പറയണത്. അവനൊരു സർക്കാർ ജോലിയുണ്ടല്ലോ, ലീവ് എടുത്ത് വീട്ടിലിരിക്കാതെ ജോലിക്ക് പോകാൻ പറയും. ആ ജോലിയേക്കാളും കുട്ടേട്ടന് താല്പര്യം ബിസിനസ് അച്ഛാ. അതുകൊണ്ടല്ലേ ലീവ് എടുത്തിരിക്കുന്നത്. സുലോചനെ, നീയാണ് അവൻ ഇങ്ങനെ വഷളാക്കുന്നത്. സാധാരണ വഷളായി പോയ ഭർത്താക്കന്മാരെ ഉപദേശിച്ചു നേരെയാക്കി ജോലിക്ക് വിടേണ്ടത് ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെയോ നീ അവനെ കൊഞ്ചിച്ച് വഷളാക്കി വീട്ടിലിരുത്തുന്നു. ഇതിനാ പറയുന്നത് ഈ നാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്നു. നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കുട്ടേട്ടനെ നിർബന്ധിച്ച് ഇഷ്ടമില്ലാതെ ജോലിക്ക് വിടുന്നത്? എന്റെ മകളെ ഈ പറഞ്ഞ വാചകം ഒന്നുകൂടി പറയും. എന്ത്? നീ ഇപ്പൊ പറഞ്ഞ ഈ വാചകമില്ലേ, അതൊന്നുകൂടി ആവർത്തിക്കും. അച്ഛാ, നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പണം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ കുട്ടേട്ടനെ ഇഷ്ടമില്ലാതെ ജോലിക്ക് വിടുന്നേന്ന്? ശരിയാണ്, നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട്, പിന്നെന്തിനാണ് അവൻ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്യുന്നത്? വെറുതെ വീട്ടിലിരിക്കാൻ പറയൂ. പിന്നെ സമയാസമയങ്ങളിൽ നീ ആഹാരം കൊടുക്കാൻ മറക്കരുത്. അച്ഛാ, കിച്ചൻ എന്തു പറഞ്ഞു? എന്നും പറയുന്നത് തന്നെ. അച്ഛൻ പൈസ തന്നിട്ട് കുട്ടിയുടെ ബിസിനസ് ചെയ്യാന്ന് പ്രതീക്ഷിക്കണ്ട, നടക്കില്ല. നടക്കൂലേ? എടി, ഞാൻ പറഞ്ഞ കണക്കൊക്കെ നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? ഞാൻ എല്ലാം പറഞ്ഞു. ഞാൻ ചായയിട്ട് ചെന്നപ്പോ തന്നെ അച്ഛന് കാര്യം മനസ്സിലായി. ബിസിനസിന് വേണ്ടി ഒരു 10 പൈസ പോലും തരില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എടീറ്റ് പോയി. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇന്ന് 10 പറഞ്ഞിട്ടേനെ കാര്യം. കുട്ടിയുടെ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞാലേ അങ്ങനെ മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു പരിധിയില്ലേ? ഇങ്ങോട്ട് മാറങ്ങോട്ട്. അമ്മാവാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സുലോചന പറഞ്ഞ കാര്യമാണെങ്കിൽ ഇനി ആവർത്തിക്കണ്ട. ബിസിനസ്സിനാണെങ്കിൽ 10 പൈസ ഞാൻ തരത്തില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ അമ്മാവാ? എനിക്ക് പിന്നെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കണ്ടേ? ഞാൻ എത്രയെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കും? എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്നാ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കും, ഇല്ലെങ്കിൽ അടുക്കളയിൽ ചെന്ന് ഇവളെ ഒന്ന് സഹായിക്കും. അവൾക്ക് സഹായം ഒന്നും വേണ്ടെന്ന് അവൾ പറഞ്ഞു. എന്നാലും ഒരു കാര്യം ചെയ്യും, ആ റോഡിലിറങ്ങി ഒരു 5 കിലോമീറ്റർ നടന്നിട്ട് വാ, ആരോഗ്യമെങ്കിലും നന്നാവും. അമ്മാവ, ഞാൻ പറയുന്നത് ആദ്യം അമ്മാവ ഒന്ന് കേക്ക്. അപ്പം മനസ്സിലാവും ഞാൻ പറയാൻ പോകുന്നത് ഉഗ്രം കച്ചവടമാണെന്ന്. പറയൂ, ഞാൻ കേൾക്കാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ബിസിനസ് ചെയ്യാനാണെന്നല്ലേ പറഞ്ഞത്? അതെ. നീ എന്ത് ബിസിനസ്സാ ചെയ്തത്? അത് ഈ കോസ്മെറ്റിക്സ്.
പച്ച മലയാളത്തിൽ പറഞ്ഞാ മതി. കോസ്മെറ്റിക്സിന്റെ മലയാളം ബുദ്ധിമുട്ടണ്ട, ഞാൻ പറയാം. സ്ത്രീ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. അത് തന്നെ, അതെ. നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ സൗന്ദര്യം കൂട്ടാൻ നടക്കുകയാണെന്നും ഇപ്പോൾ മാർക്കറ്റിൽ ഇതാണ് ട്രെൻഡെന്നും ഈ സാധനങ്ങൾക്ക് വലിയ ഡിമാൻഡാണെന്നും നീ പറഞ്ഞു. ഇവൾ പിന്തുണച്ചു, ഞാൻ കാശും തന്നു. എന്നിട്ടെന്തായി? എന്നിട്ടെന്താന്ന് വെച്ചാ വേണ്ട, അതും ഞാൻ തന്നെ പറയാം. നീ ഏതോ വൈദ്യനെ കണ്ട് കുറെ പൊടിയുണ്ടാക്കി കടയായ കടകളിലെല്ലാം കൊണ്ടു കൊടുത്തു. അത് വാങ്ങിത്തേച്ച 23 സ്ത്രീകൾക്ക് മുഖം പൊള്ളി അവർ ആശുപത്രിയിലുമായി. സംഗതി കേസായി നിന്റെ സ്ഥാപനം പൂട്ടിച്ചു. ആ കേസ് നടത്താൻ വേണ്ടി ഞാൻ എന്തുമാത്രം കാശ് മുടക്കി നിനക്കറിയാമല്ലോ. മാവ, അതാ വൈദ്യനെന്തോ കൈപ്പിഴ പറ്റിയതാണ്. ആ കൈപ്പിഴയിൽ എനിക്ക് ചെലവായത് ലക്ഷങ്ങളാണ്. നിന്റെ രണ്ടാമത്തെ ബിസിനസ് എന്തായിരുന്നു? രണ്ടാമത്തെ ബിസിനസ് അല്ലല്ലോ ഈ നാടകം എന്നൊക്കെ പറഞ്ഞ. അഭിനയം ഒരു ബിസിനസ് അല്ല. എന്നാൽ നാടകം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു ബിസിനസ്സാണ്. നീ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യും. നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാകാരൻ പുറത്തിറങ്ങാൻ ബെമ്പെന്നു എന്ന് പറഞ്ഞ് നീ ആ പണിക്കിറങ്ങി. എന്നിട്ടെന്തായി? നല്ല നാടകമായിരുന്നു മാവ, എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്തു. അതിനാര് നാടകം കണ്ടു? ഉദ്ഘാടന കളിയുടെ തലേ ദിവസം നായകനും നായികയും കൂടെ വിളിച്ചോടും. നായികയുടെ ഭർത്താവ് കൊണ്ട് കേസ് കൊടുത്തു. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു, സബ് ജയിലിലാക്കി. നീ എത്ര ദിവസമാ സബ് ജയിലിൽ കിടന്നു? 6 ദിവസം അല്ല, 7 ദിവസം. ഒടുവിൽ നായികയുടെ ഭർത്താവിനും പോലീസിനും കാശ് കൊടുത്ത് ഞാൻ ആ കേസ് ഒതുക്കി തീർത്തു. മൊത്തം എത്ര ലക്ഷം രൂപ ചെലവായി നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? അമ്മാവൻ എത്ര ചെലവാക്കിയോ അത്രയും നഷ്ടം വന്ന് കാണും. പക്ഷെ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അമ്മാവ. തെറ്റെന്റേതാണ്. നീ പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ വിശ്വസിച്ചതാണ് എന്റെ തെറ്റ്. എന്നാൽ തെറ്റുപറ്റിയാൽ തിരുത്തുന്നവനാണ് ബുദ്ധിമാൻ. ഞാനൊരു ബുദ്ധിമാനാണ്. അച്ഛാ, പറ്റിയത് പറ്റി. കുട്ടേട്ടന് ഒരവസരം കൂടി കൊടുക്കണം. ഇത്തവണ കുട്ടേട്ടൻ ഉറപ്പായി രക്ഷപ്പെടും. മോളെ സുലോചനെ, എന്താ? നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവൻ പറയുന്നൊന്നും കേൾക്കാതെ നീ ഓടി രക്ഷപ്പെടാൻ നോക്കും. ഓമനക്കുട്ട, ഡോക്ടർ ജോർജ് കുട്ടി നിന്റെ സുഹൃത്താണെന്നല്ലേ പറഞ്ഞത്? അതെയാണ്. അയാളെ കണ്ടുപഠിക്കും. ദേ, മാന്യമായിട്ട് ജോലി ചെയ്ത് ശമ്പളം വാങ്ങി ഭാര്യയുമായി സുഖമായി ജീവിക്കുന്നു. എനിക്ക് അയാളെ ഭയങ്കര ബഹുമാനമാണ്. അയാളെ പോലെ അച്ചടക്കത്തോട് നീ ജീവിക്കാൻ പഠിച്ചു എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ അന്ന് നിന്നെ ഞാൻ സഹായിക്കാം. ഇപ്പോ നീ വെള്ളമടിക്കും. പിന്നെ പണ്ടൊക്കെ എന്തൊരു കണ്ടിട്ട് പൈസ എടുത്ത് തന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കുട്ടേട്ടാ, ജോർജ് കുട്ടി അച്ഛന് ഭയങ്കര ബഹുമാനം എന്നല്ലേ പറഞ്ഞത്? നമുക്ക് ഡോക്ടറെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചാലോ? ചിലപ്പോ നടക്കും. വെള്ളമടി. എന്റെ മോളെ തന്നെ അല്ലേ? അത് ശരിയാവല്ലോ മോനക്കുട്ട. നിന്റെ അമ്മാവന് നിന്നെ വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് എന്നെ എങ്ങനെ വിശ്വസിക്കും? അതുമല്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലോ? അയ്യോ, അങ്ങനെയല്ല. അയ്യോ, നിന്നെ ഭയങ്കര വിശ്വാസം അമ്മാവന്. അത് കാണിക്കാത്ത എന്തെന്നറിയോ? എങ്ങാനും കൃത്യമായിട്ട് വാടക കൊടുത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പരിചയം ഉണ്ടെങ്കിലേ. അതുകൊണ്ടാണ് അങ്ങനെ. ഇന്ന് രാവിലെയും കൂടെ നിന്നെ പുകഴ്ത്തി പറഞ്ഞതേ ഉള്ളൂ. അത്ര വിശ്വാസം തന്നെ. ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് നിന്നെ വിശ്വസിച്ചില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ വിശ്വസിപ്പിക്കാനാ? അങ്ങനെ ചുമ്മാ വെറുതെ കയറി അങ്ങനെ വിശ്വസിപ്പിക്കണ്ട. നമ്മൾ ഒരു നമ്പറും കൂടെ ഇട്ട് വിശ്വസിപ്പിക്കുന്നു. അതെന്ത് നമ്പർ? കുപ്പി. കുപ്പിയാ? പുള്ളിക്കാരന് ഇടയ്ക്കിടയ്ക്ക് 2 സ്മോൾ അടിക്കുന്ന പരിപാടിയുണ്ട്. ആരെങ്കിലും ഓസിന് വാങ്ങിച്ചു കൊടുത്താലേ അടിക്കത്തുള്ളൂ. കയ്യിൽ നിന്ന് പൈസ മുടക്കി അടിക്കുന്ന പരിപാടിയൊന്നും. നല്ലതോ? അപ്പൊ നീ എങ്ങനെയെങ്കിലും കുപ്പി ഞാൻ വാങ്ങിച്ചു തരാം. നീ പതുക്കെ കൂടെ ഇരുന്ന് അടിച്ചിട്ട് തഞ്ചത്തിൽ കാര്യം അങ്ങ് അവതരിപ്പിച്ചാൽ മതി. എടാ, ഞാൻ കുടിക്കൂല. നിന്റെ അടുത്ത് കുടിക്കാൻ ആര് പറഞ്ഞു? നീ കുടിക്കും പോലെ ആക്ട് ചെയ്താൽ മതി. ഇതിനിടയ്ക്ക് 2 സ്മോൾ ഒഴിച്ചു കൊടുക്കുന്നു. ആള് ഫിറ്റ് ആകുമ്പോ കാര്യം അവതരിപ്പിച്ചാൽ മതി. ആള് ഫ്ലാറ്റ് ആണ്, സമ്മതിക്കുന്നേ. എന്നാ പിന്നെ നീ കുപ്പി വാങ്ങിച്ചു കൊടുത്ത് നീ തന്നെ കാര്യം സാധിപ്പിച്ചെടുക്ക്. നീ എന്താണ് പറയണത്? സ്വന്തം അമ്മാവന് ഏതെങ്കിലും മരുമക്കൾ കുപ്പി വാങ്ങിച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ തന്നെ ഞാൻ കുപ്പി വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അപ്പോഴേ അപകടം മണക്കും. അതുകൊണ്ടല്ലേ പറഞ്ഞത്. മൊത്തം ഒരുമാതിരി ഉടായിപ്പ് പരിപാടി പോലെ തോന്നും. നീ വേറെന്തെങ്കിലും വഴി നോക്കടാ. അങ്ങനെ പറയല്ലേ. അങ്ങേ രീതിയിലല്ലാതെ വേറൊരു രീതിയിൽ അങ്ങനെ വീഴത്തില്ല. ഇതേ ഉള്ളു വഴി. നീ എങ്ങനെയെങ്കിലും ഒന്ന് കുടിപ്പിച്ച് റെഡിയാക്കി വിട്. ഇച്ചായ, ഒരു നല്ല കാര്യത്തിന് വേണ്ടല്ലേ സമ്മതിക്കും. സമ്മതിക്കന്ന്. സമ്മതിക്കടാ. സമ്മതിക്ക്. കുപ്പി ഞാൻ പവിത്രന്റെ കയ്യിൽ കൊടുത്തു വിടാം. നീ കൂടെ ഇരുന്ന് അങ്ങനെ എങ്ങനെയും 2 കുടിപ്പിച്ചാൽ മതി. എല്ലാ ബാക്കി 2 അടിച്ചാൽ ഓക്കെയാണ്. സമ്മതിക്കടാ. സമ്മതിച്ചു. ബൈ സ്റ്റാൻഡേർഡ് പരിപാടിയാ. പിന്നെ നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ശുപാർശയാണ്. നിനക്ക് കാണുന്നില്ലേ? നീ കുടിക്കില്ലല്ലോ. നിങ്ങള് പഴയ ഫ്രണ്ട്സ് അല്ലേ? വേറെ വല്ലതും ഉണ്ടാവും. പിന്നെ എവിടെയായിരുന്നു? പുറത്തു പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, പോയിട്ട് വന്നു. പുതിയ ബിസിനസ് ഐഡിയ വല്ലതും കിട്ടിയായിരുന്നു? ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോ നടക്കും.
പിന്നെ അമ്മാവനെ ജോർജ് കുട്ടി അന്വേഷിച്ചായിരുന്നു. എന്തിന്? എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് ചോദിച്ചാൽ അമ്മാവനുണ്ടോന്ന്. ഞാൻ പറഞ്ഞു പുറത്തു പോയെന്ന്. അപ്പൊ പറഞ്ഞു അമ്മാവനെ കാണേണ്ട എന്തോ ആവശ്യമുണ്ടെന്ന്. വീടിനെ കുറിച്ചുള്ള പരാതി വല്ലതും പറയാനായിരിക്കും. എനിക്കറിയത്തില്ലേ. അമ്മാവനെ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് ജോർജ് കുട്ടി എന്തായാലും വീട്ടിലുണ്ട്. അമ്മാവന് സൗകര്യം ഉണ്ടെങ്കിൽ പോയെന്ന് കാണുക. എന്താണ് ഇത്ര അത്യാവശ്യം? ഇതൊക്കെ വാങ്ങിച്ചു വെച്ച് ഒറ്റയ്ക്ക് തീറ്റി എനിക്ക് നീ തരാറില്ലല്ലോ. കൊണ്ടല്ല കയ്യും കാലും എടുത്ത് കഴിച്ചൂടെ? ആലിസേ, എന്തായാലും പുള്ളിക്ക് നമ്മൾ ബ്രാൻഡി ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതിൻ്റെ കൂടെ എന്തെങ്കിലും ടച്ചിങ്സും കൊടുക്കണ്ടേ? നീ എന്തെങ്കിലും നല്ല കറി ഉണ്ടാക്കും. അങ്ങനെ കറി ഉണ്ടാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളടുത്തുള്ള ഉടക്ക് മാറുന്നെങ്കിലോ? പിന്നെ ഇതൊന്നും അങ്ങനെ മാർത്തൊന്നുമില്ല ചായ. അങ്ങേർക്കാണെങ്കിൽ എപ്പോഴും ആരോടെങ്കിലും വഴക്കിട്ടോണ്ടിരിക്കണം. അത് അയാളുടെ ചോരയിലുള്ളതാ. അങ്ങനെയല്ല. സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ മസിലും പിടിച്ച് നടക്കുന്നവരെ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് ലൂസാവും. പിന്നെ അങ്ങോട്ട് സ്നേഹവും സന്തോഷവും ഒക്കെയാണടി. അങ്ങനെ എങ്ങാനും പുള്ളിക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കാര്യം സാധിച്ചെടുക്കും. പിന്നെ ഉടക്കുമായിട്ട് ഇങ്ങോട്ട് വരത്തില്ലല്ലോ. ഈ ചായ കള്ളു കുടിക്കത്തുമില്ല, എന്നാ കള്ളു കുടിയന്മാരുടെ മനഃശാസ്ത്രം അറിയുകയും ചെയ്യും. ഇതെങ്ങനെയാണ്? എനിക്ക് കുടിയന്മാരായ ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. അവരുടെ കൂട്ടത്തിലൊക്കെ ഞാൻ പോയി ഇരിക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പാമ്പെന്ന് പറഞ്ഞിട്ട്. അവനെ പാമ്പെന്നാ വിളിക്കുന്നത്. അടിച്ചു കഴിഞ്ഞാൽ പാമ്പ് പോലെ ഇങ്ങനെ കറങ്ങി നടക്കും. അവന് ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാലേ, 2 എണ്ണം കഴിയുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും, മദ്യമാണെന്ന് പറഞ്ഞിട്ട്. വേവം മദ്യമാണെന്ന് പറഞ്ഞത് ഇങ്ങോട്ട് മൊടമൊട കുടിച്ച് ഫിറ്റായിട്ട് കിടക്കും. അപ്പൊ പച്ചവെള്ളമാണെന്ന് പുള്ളിക്കറിയത്തില്ലേ? അവിടെ ഇതൊരു ഫീലല്ലേ? ഇത് കുടിക്കും തോറും ഫിറ്റ് ആവുന്നു അവർക്ക് സ്വയം തോന്നുന്നു, ഫിറ്റായിട്ട് കിടക്കും. അങ്ങനെയാണ് എനിക്ക് ഇവരുടെ മനഃശാസ്ത്രമൊക്കെ അറിയാവുന്നത്. ഇതുവരെ കുടിച്ചിട്ടില്ലേ? ഇല്ല. പക്ഷെ ഞാൻ കുടിച്ചിട്ടുണ്ട്. സത്യം. പൊടി ആന്ന്. വീട്ടില് ഓരോ ഫംഗ്ഷനൊക്കെ വരത്തില്ലേ, അപ്പൊ അപ്പച്ചൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇച്ചിരി ഒഴിച്ചു തരും. അങ്ങനെ ഞാൻ കുടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, കയ്പ്. അങ്ങനെ ഞാൻ നിർത്തിയത് നന്നായി. നിന്റെ ഈ സ്വഭാവം വെച്ച് കുടിക്കാൻ കൂടെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഓർക്കാൻ പോലും പറ്റും. നീ ഒരു കാര്യം ചെയ്യും, നല്ല എരിവുള്ള ചിക്കൻ കറി വെക്കുക. ഈ മദ്യത്തിന്റെ കൂടെ എരിവുള്ള ചിക്കൻ കറി ആകുമ്പോഴേ അറിയത്തില്ല, ടേസ്റ്റും തോന്നും. നോക്കട്ടെ. പവിത്രം കുപ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ദേവൻ. അന്നോ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നതല്ലേ? സാറ് വെള്ളോടിയൊക്കെ തുടങ്ങിയോ? സാഹചര്യത്തിന്റെ സമ്മർദ്ദം കാരണം ചെയ്യേണ്ടി വന്നു. 2700 രൂപയുടെ വിസ്കിയാ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത്ര വിലയുള്ള സാധനമൊക്കെ ഉണ്ടെന്ന് അറിയുന്നു കേട്ടോ. നമ്മളൊക്കെ അടിക്കുന്നത് പറഞ്ഞ 700 രൂപയുടെ സാധനം മേടിച്ച് നമ്മളടിക്കുന്നത്. ഇതിനായി കള്ളുകൂടിയൊക്കെ തുടങ്ങി. അതൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്ന് വല്ലതും വരുന്നുണ്ടോ? അത് ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും? നമുക്ക് മദ്യം കൊടുത്ത് കാര്യം സാധിക്കാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ചാത്തൻ സേവയാണോ? ചാത്തൻ സേവ. ഏതാണ്ട് അതുപോലെയൊക്കെ ഒരു ചാത്തന് കൊടുക്കാനാ. ശരിയെന്നാ, താങ്ക്സ്. ഇതെന്നത് എന്താ കാര്യം സാധിക്കാൻ വേണ്ടി സാറിന്? എന്റെ പവിത്ര, ഇത് ഇച്ചാന് വേണ്ടിയിട്ടൊന്നും അല്ല. ആ ഓമനക്കുട്ടൻ സാറ് പറഞ്ഞിട്ടാ. അയാൾക്ക് എന്തോ ബിസിനസ് തുടങ്ങണം. അയാളുടെ കയ്യിലാണെങ്കിൽ 10 പൈസയില്ലല്ല. ആ ലംബോദരം മാഷിനാണെങ്കിൽ പൂത്ത പൈസയല്ലേ. അപ്പൊ ഇച്ചായ റെക്കമെൻഡ് ചെയ്താ കാര്യം നടക്കുമെന്ന് ആ ഓമനക്കുട്ടൻ സാറ് പറയുന്നത്. നല്ല കളിയായി. ഞാൻ പരിചയപ്പെട്ടിടത്തോളം ഈ ലംബോദരം മാഷ് വെറും ഒരു നക്കിയ, അറുത്ത കൈക്ക് ഉപ്പ് വെക്കുമല്ലാത്തവൻ. ഡോക്ടർ പറഞ്ഞാലൊന്നും പുള്ളി കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടക്കോ നമുക്ക് നോക്കാലോ. നടന്നാ നല്ലതല്ലേ? നടക്കട്ടെ. എന്നേ പവിത്രം ചെല്ല്. പിന്നെ ആലീസ് ഒരു കാര്യം, ഈ ഫുള്ളെന്ന് പറയുന്നതിനകത്ത് 12.25 പെഗ് ഉണ്ട്. ഡോക്ടർ എന്തായാലും അടിക്കുകയല്ല. പിന്നെ ആ ലംബോദരം മാഷ് പുള്ളി കൂടി വന്ന ഒരു 3 എണ്ണം അടിക്കുമായിരിക്കും. ബാക്കി വരുവാണ്ട സൂക്ഷിച്ചു വെച്ചേക്കണേ. കാരണം ഇത്രയും വില കൂടിയ മദ്യമൊക്കെ കാശ് കൊടുത്ത് മേടിച്ച് അടിക്കാനുള്ള ആസ്തിയൊന്നും നമുക്കില്ല. അതുകൊണ്ടാ. ബാക്കി വരുവാണെങ്കിൽ വെച്ചേക്കാം. ശരിയാണ്. ചെല്ലട്ടെന്നാ. ഓ ഇത് അതിനും വലിയ നക്കി. ഹലോ ഓമനക്കുട്ട. ജോർജ് കുട്ടി അമ്മാവനോട് ഇറങ്ങിയിട്ടുണ്ട്. പവിത്രം വന്നില്ലേ? അവനിപ്പോ എത്തും. അതൊക്കെ റെഡിയാണെന്നേ. ആളിക്ക് എത്തിയാ മതി. അളിയ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോണേ. അമ്മാവന്റെ സ്വഭാവം അറിയാലോ. നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നോക്കിക്കോളാന്ന്. ആളെത്തിയും തോന്നുന്നു. നീ വെച്ചോ. ശരി. ഓക്കെ ഞാൻ വെക്ക. ഓക്കെ. ആലിസേ, ലംബോദരം മാഷ് എത്തിയിട്ടുണ്ട്. നമസ്കാരം മാഷെ. ഞാന് മാഷിനെ കാണണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഡോക്ടർക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് ഓമനക്കുട്ടൻ എന്നോട് പറഞ്ഞു. അതെ.
ഈ വീട്ടിലെ അസൗകര്യങ്ങളെ കുറിച്ചാണ് പറയാനാണെങ്കിൽ ഒരു കാര്യവുമില്ല. ഈ വീട് വാടകയ്ക്ക് തരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തത്. അതെ, വാടകയ്ക്ക് എടുത്തതിന് ശേഷം വീട്ടിലെ സൗകര്യങ്ങൾ പോരാ എന്ന് പറയുന്നത് ശരിയല്ല. എന്റെ പൊന്നു മാഷെ, പരാതിയൊന്നുമല്ല. എനിക്ക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് അവിടെ വന്ന് പറയുമായിരുന്നു. ഇത് വേറൊരു കാര്യമാണ്, ഇവിടെ വെച്ച് സംസാരിക്കേണ്ട കാര്യം. പറയൂ, എന്താണ്? അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. ഓ, അവൻ ജർമ്മനിയിലാണ് ജോലി ചെയ്യുന്നത്. ഓഹോ, ഇപ്പൊ അവധിക്ക് വന്നിട്ടുണ്ട്. ആഹാ, അവധിക്ക് വന്നപ്പോ എനിക്കൊരു സ്നേഹ സമ്മാനം തന്നായിരുന്നു, ഓഹോ. ഒരു കുപ്പി വിസ്കി. ഡോക്ടറുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ചീർത്ത് പഴുത്തിരിക്കുന്നു. ഇന്നലെ രാത്രി മൂക്കുമുട്ട് അടിച്ചതിന്റെ ക്ഷീണമാണല്ലേ? അയ്യോ, ഞാൻ മദ്യപിക്കത്തില്ല. ഇത് എന്താന്ന് വെച്ചാൽ ഈ അവൻ സ്നേഹ സമ്മാനമായിട്ട് തന്നപ്പോ ഞാൻ മേടിച്ച് വെച്ചെങ്കിൽ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ആലീസുമായിട്ട് സംസാരിച്ചു. അപ്പൊ ആലീസ് പറഞ്ഞു, മാഷ് പറയുന്നുണ്ടോന്ന് തോന്നരുത്, പറഞ്ഞോളൂ. മാഷ് കഴിക്കുമെങ്കിലും മാഷിന് ആ കുപ്പി തരാന്ന്. കഴിക്കുമെങ്കിൽ ആലീസിനെ ആദ്യം കണ്ടപ്പോൾ ഒരു അഹങ്കാരിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അയ്യോ, പിന്നീട് ഓരോ തവണ കാണുമ്പോഴും എനിക്ക് ആ ധാരണ കൂടി വന്നു. നിങ്ങൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അതിൽ ദുഃഖം തോന്നുന്നു. എവിടെ കുപ്പി? മാഷ് കുടിക്കൂ? തീർച്ചയായും. പക്ഷേ ചില വ്യവസ്ഥകളുണ്ട്. എന്തൊക്കെയാണ്? 1, കൂടിയ തരം മദ്യമായിരിക്കണം. 2, വെറുതെ കിട്ടുന്നതായിരിക്കണം. അല്ല, മദ്യപിക്കുമ്പോ വെറുതെ കാശ് കൊടുത്ത് അങ്ങനെ കഴിക്കുന്ന ആളല്ല മാഷെന്നാ പറഞ്ഞത്. അതൊരു നല്ല സ്വഭാവം. അങ്ങനെ കയ്യിലെ സ്വന്തം പൈസ മുടക്കി മദ്യപിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇല്ല ഇല്ല. ആ, എവിടെ കുപ്പി? അകത്തുണ്ട് മാഷോ. ഓ, ആയിക്കോട്ടെ, നടന്നോളൂ. വെള്ളം ഞാൻ ഉപയോഗിക്കാറില്ല. മുന്തിയ ഇനം തന്നെ, വിദേശിയാണല്ലോ. നോക്കൂ, ഡോക്ടറുടെ സുഹൃത്തിന് ജർമ്മനിയിൽ എന്താണ് ജോലി എന്ന് പറഞ്ഞത്? ഞാൻ ഡോക്ടറാ. മിടുക്കൻ. ഡോക്ടറാണല്ലേ? ഡോക്ടർ തന്നെ മദ്യം മേടിച്ചു കൊടുക്കും. കുടിച്ച് കരള് പാടുമ്പോ ഡോക്ടർ തന്നെ ചികിത്സിക്കാമല്ലോ, കാശും ഉണ്ടാക്കാം. മിടുക്കൻ. ജോർജ് കുട്ടി മദ്യപിക്കാറുണ്ടോ? ഞാൻ പണ്ടേ മദ്യപിക്കില്ല, അങ്ങനെ ഒരു ശീലമില്ല എനിക്ക്. അതെന്താണ്? എനിക്ക് പണ്ട് തൊട്ട് ഇതിനോട് താല്പര്യം തോന്നിയിട്ടില്ല. വീട്ടിലെ അപ്പച്ചനും ആങ്ങളമാരൊക്കെ എന്റെ വീട്ടിലുണ്ടല്ലോ, എന്റെ അപ്പച്ചൻ ഒരു ദിവസം ഒരു ബോട്ടിൽ മൊത്തം കുടിക്കും. ഈ പറയുന്ന അപ്പച്ചൻ ഇപ്പൊ ജീവനോടെ ഇരിപ്പുണ്ടോ? പിന്നെ ഭാഗ്യവാൻ. അമ്മച്ചിയും ഇടക്കിടക്ക് കുടിക്കും. ദേ, അപ്പനും അമ്മയും കുടിക്കുന്ന കുടുംബത്തിലുള്ള പെണ്ണായത്, അതുകൊണ്ടാണ് നന്നാവാത്തത്. ദേ, വീട്ടിലെ പെണ്ണുങ്ങൾ മദ്യപിക്കാൻ പാടില്ല. മദ്യപിച്ചാൽ ആ കുടുംബം നശിച്ചു പോകും. ഉറപ്പാ. ദേ, പെണ്ണുങ്ങളായാൽ വീട്ടു ജോലി ചെയ്ത് അടക്കവും ഒടുക്കത്തോടു കൂടി ഭർത്താവിനെയും മക്കളെയും നോക്കി വീട്ടിലിരിക്കണം. അതാണ് അന്തസ്. മാഷു ഒന്നുകൂടെ കഴിക്കണം. കഴിക്കാം. അതുകൊണ്ടായിരിക്കും സുലോചന ജോലിക്ക് വിടാത്തത് അല്ലേ? സുലോചനയ്ക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര താല്പര്യമായിരുന്നു, പക്ഷെ ഞാൻ വിട്ടില്ല. പെണ്ണുങ്ങൾ ജോലിക്ക് പോയി വീട്ടിൽ കാശ് കൊണ്ടുവന്ന് ജീവിക്കേണ്ട ഗതികേട്ടൊന്നും എനിക്കില്ല. നോക്കൂ, കഴിച്ചിട്ട് പറഞ്ഞു. ഡോക്ടറോടുള്ള ബഹുമാനവും എനിക്കതാണ്. ഈ സ്ത്രീയെ ജോലിക്ക് വിട്ടില്ലല്ലോ. അത് ഇച്ചാന് താല്പര്യമായിട്ടല്ല, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാ. ഓമനക്കുട്ടന് ഇപ്പൊ ഒരു സ്ഥിര വരുമാനം ഇല്ലല്ലോ. സുലോചനയ്ക്കും ജോലിയില്ല. സുലോചന ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു വരുമാനം വരുമല്ലോ. അപ്പം അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ അതൊരു നല്ലതല്ലേ? അങ്ങനെ എന്റെ മകളുടെ വരുമാനം കൊണ്ട് അവൻ ജീവിക്കട്ടെ. അവനൊരു 1-ാം തരം സർക്കാർ ജോലി ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ മകളെ അവനെ കെട്ടിച്ചു കൊടുത്തത്. അത് ശരിയാ. അവനാണെങ്കിലോ ഒരു ഭൂലോക മടിയൻ. നോക്കൂ, അവൻ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് ബിസിനസ് നോക്കുന്നു. മാഷൊരു കാര്യം മനസ്സിലാക്കണം. ഇക്കാലത്ത് ഒരു സർക്കാർ ഉദ്യോഗം കൊണ്ട് ഒരു കുടുംബമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ബിസിനസ് ആകുമ്പോൾ അതിന് അത്രയും കാശ് വരും. ഡോക്ടർ എന്താണ് സർക്കാർ ജോലി കളഞ്ഞൊരു ബിസിനസ് നോക്കാത്തത്? എനിക്ക് അതിനുള്ള കഴിവില്ല. ഓമനക്കുട്ടൻ അതുണ്ട്. പിന്നെ അവന് നല്ല കഴിവാണ്. അവൻ ഇതിനു മുമ്പ് ഒരുപാട് ബിസിനസ് നോക്കിയതാ, ഒക്കെ പൊട്ടി. കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പൊട്ടുമായിരുന്നോ? അതിപ്പം എല്ലാ ബിസിനസ്സും അങ്ങനെ പൊട്ടണമെന്നില്ല. ഇതൊരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഘടകവും ഉണ്ടല്ലോ.
ഇനി ചിലപ്പം അടുത്തതില് വിജയിച്ചാലും ആയും. തോൽവി എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാണല്ലോ. അതെ അതെ. ഇതുപോലുള്ള സിദ്ധാന്തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ മണ്ടനും പറയാറുണ്ട്. നോക്കൂ, ഒരു മിനിറ്റ്. ഇതും കൂടെ അടിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. മിസ്റ്റർ ജോർജ് കുട്ടി, നിങ്ങൾ വിളിച്ചു വരുത്തിയിരിക്കും ഈ മദ്യം തന്നത് എന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ടാണ് എനിക്കിത് തന്നതെന്നും എനിക്കറിയാം. അതിന്റെ പേരിൽ ഇതേ എന്നെ ഉപദേശിക്കാനൊന്നും വരരുത്. ഒരു നാറുകളും എന്നെ ഉപദേശിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ലംബോദരൻ മാഷേ, ആ, മാഷിന് കൊറേ സ്വത്തുക്കളൊക്കെ ഉള്ളതല്ലേ? ഉണ്ടെങ്കിൽ അപ്പൊ അതിൽ നിന്ന് ഒരു ഇത്തിരി കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഓമനക്കുട്ടൻ സാറൻ രക്ഷപ്പെടൂല്ലേ? ഇയാളുടെ സ്വഭാവം മാറി വരുവാണല്ലോ. പെണ്ണുങ്ങളുടെ ഉപദേശം ഞാൻ സ്വീകരിക്കാറില്ല. കേട്ടിട്ടില്ലേ, പെൺബുദ്ധിയാണെന്ന്? പെണ്ണുങ്ങളുടെ ഉപദേശം കിട്ടി ജീവിച്ചവന്മാരെല്ലാം പണ്ടാരമടങ്ങിയിട്ടേ ഉള്ളൂ. നിർത്തടോ. താൻ കൊറേ നേരമല്ല പെണ്ണുങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിയിട്ട്. താൻ ആരാന്ന തന്റെ വിചാരം? അലിസ വേണ്ട. ഈ ചൈനയാണ് നിങ്ങൾക്കൊന്ന് പെണ്ണുങ്ങളോട് ഇത്ര പുച്ഛം? ഇങ്ങോട്ട് മാറിക്കേ. ഡോ, അതെ, താൻ ആദ്യം വന്നപ്പോ എന്തുവാ പറഞ്ഞത്? സ്ത്രീകൾ മദ്യപിക്കാൻ പാടില്ലെന്ന്. സ്ത്രീകൾ മദ്യപിച്ചാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുവോ? വീഴുവോ? തനിക്ക് കാണാടോ? തന്റെ ക്ലാസ് എനിക്ക് വേണ്ട. സുലോചനയുടെ ഉച്ചി താൻ കണ്ടോ കേട്ടാ, താൻ കണ്ടോ? കണ്ട കണ്ട സ്ത്രീകൾ മദ്യപിച്ചത് കണ്ട? ആണുങ്ങൾക്ക് കുടിക്കാമെങ്കിൽ പെണ്ണുങ്ങൾക്കും കുടിക്കാം. ആണുങ്ങൾക്ക് ജോലി എടുക്കാമെങ്കിൽ പെണ്ണുങ്ങൾക്കും ജോലി എടുക്കാം. മനസ്സിലായോ? ഞാൻ പറയുന്നു. എന്റെ ഈയാളുടെ അഹങ്കാരം ഞാൻ മാറ്റിത്തരാന്ന്. ഞാൻ ആദ്യം ചോദിച്ചത് താ സമാധാനം പറ. താൻ ആരാ? ലംബോദരൻ മാഷ്. മര്യാദക്ക് സംസാരിക്കണോ? ലംബോദരൻ മാഷ്. മാഷ, താൻ ഏത് സ്കൂളിലാണോ പഠിപ്പിച്ചിരിക്കുന്നത്? ഡോക്ടർ, ഈ സ്ത്രീക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് തന്റെ അപ്പന്. വെറുതെ കിട്ടിയ കള്ളും വലിച്ചു കയറ്റിട്ട് താൻ വലിയ ആളാവാൻ നോക്കുന്ന ദയിച്ചായ. ഇയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇയാളെ നന്നാവാൻ പോകുന്നില്ല. ഇയാള് സ്വത്തെല്ലാം കൂടെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കും. ഒരു ദിവസം വല്ല പാമ്പ് കടിച്ചാ ഇടിവെട്ടി ഇയാൾ അങ്ങ് ചാകും. അപ്പഴേ സുലോചനയ്ക്ക് സ്വത്ത് മൊത്തം കിട്ടും. അതേ നടക്കൂ. എഴുന്നേക്കണോ? എഴുന്നേക്കണോ? വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുകയാണ്. ഇപ്പൊ അപമാനിച്ചതേ ഉള്ളൂ. ഇനി അടിയായിരിക്കും അടി. എഴുന്നേക്കണോ? ഒരെണ്ണം കൂടെ ഒഴിച്ചടിച്ചിട്ട് ഇനി ഇതിൽ തൊട്ടാ തന്റെ കൈ ഞാൻ വെട്ടും. ചെല്ലിപ്പോ. എന്റെ പൊന്നു ഡോക്ടറെ, ഇതിന്റെ കൂടെ എങ്ങനെ ജീവിക്കുന്നു? ഡോക്ടർ, ഒരു മിനിറ്റ് കൊണ്ടുവരാമോ? ഒരെണ്ണം കൂടെ അടിച്ചിട്ട് പോവല്ലേ? തന്റെ കൊടയും വടി എന്താന്ന് വെച്ചാൽ എടുത്തോട്ട് പോക്കോ. അല്ല പിന്നെ അലിസ, നീ എന്ത് തോന്നിവാസം അടിക്കി കാണിച്ചേ? എന്ത് തോന്നിയാസം? എന്റെ ഇച്ചായ ഇത്രയും നേരം ഇയാളോട് സംസാരിച്ചിട്ട് ഇച്ചാന് മനസ്സിലായില്ലേ നടക്കാൻ പോണില്ലെന്ന്? ഇയാളുടെ കാല് പിടിച്ചിട്ടും കാര്യമില്ല ഇച്ചായ. ഇതിപ്പോ 2 ചീത്ത വിളിച്ചു എന്നുള്ളൊരു സമാധാനെങ്കിലും ഉണ്ട്. ഓമനക്കുട്ടനോട് സുലോനോട് ഞാൻ എന്നാ പറയൂടി? അത് ആലീസ് വെള്ളം അടിച്ചിട്ട് പറഞ്ഞാന്ന് പറഞ്ഞാ മതി. എന്നാ? അതിന്റെ മുന്നോടിയായിട്ടല്ലേ ഞാൻ ഒരെണ്ണം എടുത്തടിച്ചത്. കള്ളി, എന്തൊരു കയ്പയച്ചതിന് കത്തിപ്പോയി. ഈ കുടിയന്മാരൊക്കെ എങ്ങനെയാ ഇത് കുടിക്കണത്? സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടാ? നീ ഭയങ്കര സംഭവമാണ്.